എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും അലൻ ജോസഫ് ടോക്സിലേക്ക് സ്വാഗതം. കേരളം ഇലക്ഷൻ ചൂടിലാണ്. നമ്മളെ ആര് നയിക്കണം എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷൻ. ഇതിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളെല്ലാവരും. നമുക്കുള്ള അവകാശം, വോട്ടവകാശം, എല്ലാവരും നിർബന്ധമായിട്ടും അത് വിനിയോഗിക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നേതാക്കളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വിലയിരുത്തുക, അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക, നിൽക്കുന്ന ക്യാമ്പയിനിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക, വോട്ട് ചെയ്യുക. ആർക്ക് വോട്ട് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വോട്ട് ചെയ്യാം. പക്ഷേ ഈ വോട്ടിങ്ങിൽ പലപ്പോഴും കണ്ടുവന്നൊരു പാറ്റേൺ ഉണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു വിഭാഗം ആൾക്കാർ ഇറ്റ്സ് ഓൺലി ബേസ്ഡ് ഓൺ പാർട്ടി ബേസ്. അവർ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിക്ക് തന്നെ പോകും. അതിലിപ്പോൾ തലമുറകളായിട്ട് കൈമാറി വന്നവരാകും. ഇവിടെ പ്രവർത്തനങ്ങളോ ഒന്നും യാതൊരുവിധ ചിന്ത ഉണ്ടാവില്ല. ഒന്നും നടന്നില്ലെങ്കിലും വെറുതെ പോയി പാർട്ടിക്ക് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. രണ്ട്, ബേസ്ഡ് ഓൺ ദി പെർഫോമൻസ് ദേ വിൽ ചേഞ്ച് ദ പാർട്ടി. ഇപ്പോൾ ഒരു പാർട്ടിയുടെ പെർഫോമൻസ് മോശമാണ്, ഇത് ശരിയായ നടപടിയല്ല പോകുന്നത്, സോ ദേ മൈറ്റ് മൂവ് ടു അനദർ പാർട്ടി. അങ്ങനെ വോട്ട് മാറി കൊത്തുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തെ കാര്യം, ഒരു പാർട്ടിയിലും ഉണ്ടാവില്ല. അവർ വിലയിരുത്തുന്ന പെർഫോമൻസ് മാത്രം, അത് വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ആൾക്കാർ. നാലാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ, നിർത്തിയ സ്ഥാനാർത്ഥികളൊന്നും ഞങ്ങൾ സംതൃപ്തരല്ല എന്ന് പറഞ്ഞ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ. അവർ വോട്ട് ചെയ്യും, പക്ഷേ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യില്ല. അഞ്ചാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വോട്ടിങ്ങേ ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരാണ്. സോ അങ്ങനെ വരരുത്, നിർബന്ധമായിട്ട് വോട്ട് ചെയ്യണം. സോ ഈ പാറ്റേൺ ഞാൻ പറയാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കാറ്റഗറി പാറ്റേൺ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരങ്ങനെ പോകുന്നു. ബാക്കിയുള്ള പാറ്റേൺസ് ഉള്ളവർ വോട്ടിംഗ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വിലയിരുത്തേണ്ട കാര്യം, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന ഏത് വ്യക്തിക്കാണോ ആ MLA സർക്കാരാണ് ഇവിടെ വരുന്നതെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾ ഉത്തരവാദിത്തമാണ്. കാര്യം വെറുതെ പോയിട്ട് കുത്തിയിട്ട് ഒരു കാര്യമില്ല. എന്താണോ ഇവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ വോട്ട് കുത്തണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണം, നിങ്ങളുടെ നാടിന്, നിങ്ങളുടെ ഏരിയയ്ക്ക് ഡെവലപ്മെൻറ്റിൽ കുറച്ച് മന്ദഗതിയായിരിക്കും. കാരണം സർക്കാർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി MLA, ഏത് സർക്കാരിൻ്റെ MLA അവർ കൂടുതൽ ഡെവലപ്മെൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. ഇത് നോർമലി സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം അത് നോർമലി സംഭവിക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന MLA സർക്കാരാണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മന്ത്രിയുടെ കിട്ടാൻ ചാൻസ് കൂടി ഉണ്ട്. സോ ഡോണ്ട് മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. രണ്ട്, ഇവിടെ ഏത് സർക്കാർ വന്നാൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരും, ഇവിടെ കമ്പനികൾ വരും, കോൺഫിഡൻസ് ഉണ്ടാവും, ധൈര്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവും. ആർക്കാണോ ഏത് സർക്കാർ വന്നാലും ആലോചിക്കുക. ഇവിടെ നമുക്ക് അൺഎംപ്ലോയ്മെന്റ്, ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പല കോളേജുകളിലും ഇപ്പോഴും ബേസിക്കലി പറയുകയാണെങ്കിൽ മിനിമം പല കോഴ്സുകളും ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അതിന് പറ്റിയ കോഴ്സ്, അഡ്വാൻസ് കോഴ്സുകളുടെ ഒരു പോരായ്മകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ജോലി സാധ്യതകൾ കുറവ് വരുന്നുണ്ട്. സോ അങ്ങനെ സിസ്റ്റം, അതാണ് നമുക്കിവിടെ മാറ്റേണ്ടത്. സോ അങ്ങനൊരു പാറ്റേൺ ഓഫ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യത ഉള്ളത് ആരായിരിക്കും ചിന്തിക്കുക. ഇവിടെ വരുന്ന ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയൊരു കാര്യം ഇവിടുത്തെ ടൂറിസം. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മുടെ മെയിൻ വരുമാന മാർഗം ലോട്ടറി ആൻഡ് ആൽക്കഹോൾ ബിസിനസ്. സോ അതിൽ മാത്രമല്ല, കേരളത്തിൽ വി ആർ സിറ്റിംഗ് ഇൻ എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ വി ഹാഡ് ടു ഗോ ഫോർ മോർ പ്രോജക്ട്സ്. വലിയ വലിയ പ്രൊജക്റ്റുകളിൽ നമ്മൾ ചെയ്താൽ മാത്രമേക്ക് വരുള്ളൂ. അത് ചെയ്യാൻ ഏത് സർക്കാരിനാണ് ധൈര്യം ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം വോട്ട് ചെയ്യണതിന് മുമ്പ്. അല്ലാണ്ട് ജസ്റ്റ് പോയി നിങ്ങൾ വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന കാൻഡിഡേറ്റ് പാവം മനുഷ്യനായിരിക്കും എന്ന് പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ വോട്ട് ചെയ്യുന്ന സർക്കാരാണ് അവിടെ വരുന്നത്, ആ സർക്കാരിനെ മാത്രം വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക, നിങ്ങളുടെ വിലയേറിയ വോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റ്സിന് രേഖപ്പെടുത്തുക. താങ്ക് യു.